എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ പ്രേക്ഷകരെ എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മകരരാശിയെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ഞാൻ ആദ്യം വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മകരരാശിയെപ്പറ്റി. പക്ഷേ പല പ്രേക്ഷകരുടെയും ആവശ്യപ്രകാരം കുറച്ചുകൂടി മകരരാശിയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിത് പറയുന്നത്. കൂടുതൽ അറിയാനായിട്ട് എൻ്റെ മകരരാശിയെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മകരരാശിയിലെ 3 നക്ഷത്രങ്ങളായ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളുടെ വൈനാശിക നക്ഷത്രങ്ങളെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ വൈനാശികം? വൈനാശികം എന്ന് പറയുന്നത് ഓരോ നക്ഷത്രങ്ങൾക്കും അതിൻ്റെ 22ാമത്തെ നക്ഷത്രം എപ്പോഴും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. നക്ഷത്രം മാത്രമല്ല, നക്ഷത്രത്തിൻ്റെ അധിപനും ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് ഏകദേശം 95% ജാതകങ്ങൾക്ക് നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഞങ്ങളതിനെപ്പറ്റി വളരെ ഗഹനമായിട്ട് ഡീപ്പായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലയൻസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നോക്കിയാൽ അധികമാരും ഇതിനെപ്പറ്റി ജാതകത്തിൽ അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും വൈനാശികം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ 22ാമത്തെ നക്ഷത്രം നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് തോന്നും. പക്ഷേ അത് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് പണി തരും. കൂടെ നടന്ന് കാലെ ചവിട്ടുന്ന ഒരു പ്രതീതി അത് ഉണ്ടാക്കും. ഒരുപക്ഷെ അവർ പോലും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചെയ്യുന്നത്. അതാണ് എൻ്റെ പ്രത്യേകത. എന്നാലും അത് നടക്കും. എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് നടക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ മക്കളോ അല്ലെ അച്ഛനോ അമ്മയോ ഒക്കെ വൈനാശികത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന് മാറ്റമില്ലെന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ഉണ്ട്, പരിഹാരങ്ങളുണ്ട്. പരിഹാരമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിഹാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു പശ്ചാത്താപമാണ്. നമ്മൾ ഏതോ ഒരു ജന്മത്തിൽ ചെയ്ത ഏതോ ഒരു ദോഷത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വൈനാശികത്തിൽ അങ്ങനെ ഒരു ഗ്രഹം വരുന്നത്, അല്ലെങ്കിൽ ഒരു നക്ഷത്രം വരുന്നത്. ആ നക്ഷത്രത്തിൻ്റെ അധിപനായിരിക്കും വൈനാശികത്തിൽ നമ്മളെ ബാധിക്കാൻ പോകുന്ന ഗ്രഹം. അപ്പോൾ നമ്മളതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗ്രഹത്തിന് സറണ്ടർ ആകുക എന്നുള്ളതാണ് ആദ്യത്തെ വഴി. കാരണം ആ എനർജി, ആ ഗ്രഹങ്ങളുടെ ആ എനർജിയെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ആ ഗ്രഹങ്ങളും നമ്മളോടുള്ള അതിൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. പരമാത്മാവാൽ കൊടുത്ത ഡ്യൂട്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മൾ പോയി സറണ്ടർ ആകുക, ഭഗവാന് അതിൻ്റെ ദേവതയ്ക്ക് സറണ്ടർ ആകുക. ആ ദേവത വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാൻ പറ്റും. ഞാനതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആക്ച്വലി ഒരു ത്രികോണം, നമ്മൾ പറയത്തില്ലേ, ഇത് ത്രികോണമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാശി എന്ന് നമ്മൾ പറയാറില്ലേ. ഈ രാശി എന്താണ്? അതായത് ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമാണ് രാശി എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു വാഹനത്തെ പറ്റി ചിന്തിച്ച് നോക്കാം. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്രൈവറാണ്. ഓക്കെ. പിന്നെ ലഗ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ലഗ്നം അതായത് ജനിക്കുന്ന സമയത്തെ ആ ഒരു പോയിൻ്റില്ലേ, നമ്മൾ ജനിക്കുന്നതും ചന്ദ്രനും തമ്മിൽ വ്യത്യാസമുണ്ട്. ജനിക്കുന്ന ഒരു പോയിൻ്റ്, ആ പോയിൻറ്റിനെയാണ് ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലഗ്നത്തിനെ കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അതൊരു വാഹനമാണെന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ നക്ഷത്രം എന്ന് പറയുന്നത് ഒരു ഡ്രൈവറായിട്ട് വിചാരിക്കുക. മറ്റേത് ലഗ്നം, നമ്മൾ ജനിച്ച ആ പോയിൻ്റില്ലേ, ആ ലഗ്നത്തിനെ 1ാം ഭാവം എന്നൊക്കെ പറയത്തില്ലേ, ആ പോയിൻറ്റിനെ ലഗ്നത്തിൻ്റെ ആ പോയിൻറ്റിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജ്യോതിഷത്തിൽ. അതിലേക്കൊക്കെ ഞാനിപ്പോൾ ഡീപ്പായിട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ലഗ്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ വെഹിക്കിൾ. നമുക്ക് നമ്മുടെ ഡ്രൈവറായി, വാഹനമായി. ഇനി ഒരു വഴി വേണ്ടേ? അതിനെ നയിക്കാൻ, അതായത് ഡ്രൈവർ അത് പോകുന്ന റൂട്ടില്ല, അത് പോകുന്ന പാത, അതാണ് ലഗ്നാധിപൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വണ്ടി നന്നായിട്ട് ഓടണമെന്നുണ്ടെങ്കിൽ ഈ 3 കറക്റ്റായിട്ട് പോയാലേ വർക്കാകത്തുള്ളൂ. ഡ്രൈവർ കറക്റ്റായിരിക്കണം, വെഹിക്കിൾ കറക്റ്റായിരിക്കണം, പോകുന്ന വഴിയും കറക്റ്റായിരിക്കണം. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു ജാതകത്തിനെ പറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം
ഈ 3 കൺസെപ്റ്റും എടുക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന വെറും ചന്ദ്രനെ വെച്ചിട്ട് ചന്ദ്രൻ്റെ അവസ്ഥയിൽ ഗോചരത്തെ പറ്റി മാത്രമാണ് പറയുന്നത്. മനസ്സിലായി? ഗോചര ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറയുന്നത്. ഒരു ജാതകത്തിലെ വളരെ ചുരുക്കം ഒരു 30% മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിൽ 30%ത്തിലും കൂടുതൽ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ശനിയാണ്. കാരണം കർമ്മദോഷത്തെ 2.5 വർഷത്തേക്ക് ശനി, പിന്നെ അടുത്തത് വന്ന് രാഹുകേതുക്കൾ, പിന്നെ ഗുരു. ഇങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്. അപ്പോൾ നമ്മളിത് വളരെ ചെറിയൊരു കൺസെപ്റ്റ് മാത്രമേ എടുത്താണ് ഈ സംസാരിക്കുന്നത്. എന്നാലും ഞാൻ പറയുകയാണ്, ഈ പൊതുവായിട്ടുള്ള കാര്യം, ഈ വൈനാശികം, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്രാട നക്ഷത്രത്തിൻ്റെ വൈനാശികം എന്ന് പറയുന്നത് സ്വാതി നക്ഷത്രമാണ്. ഈ സ്വാതി നക്ഷത്രം എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ഗ്രഹകാരെന്നറിയാമോ? രാഹുവാണ്. അപ്പം ഉത്രാട നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം സ്വാതി നക്ഷത്രം വന്നിട്ട് എപ്പോഴും വന്നിട്ട് വിവാഹത്തിന് യോജിച്ചതായിരിക്കത്തില്ല. 1. 2 വന്നിട്ട് ബിസിനസ് കൂട്ടാളികളായിട്ട് വയ്ക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കരുത്. അതുപോലെ തന്നെ മറ്റ് ഏത് കാര്യത്തിലായാലും നമ്മളുമായിട്ട് കൂടുതൽ ഷെയർ ചെയ്യുന്ന ഏത് കാര്യങ്ങൾ, കൂടുതൽ ക്ലോസ് ആകുന്ന ഏത് കാര്യത്തിനും സ്വാതി നക്ഷത്രത്തിനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അത്യാവശ്യമാണ്, നമുക്ക് ഒഴിവാക്കാനൊക്കാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് ആ സ്വാതി നക്ഷത്രത്തിൻ്റെ ഗ്രഹമായ രാഹു എന്ന് പറഞ്ഞ സർപ്പദൈവങ്ങൾ, അപ്പോൾ സർപ്പദൈവങ്ങളെ പോയിട്ട് സറണ്ടർ ആകുക സർപ്പദൈവങ്ങളുടെ മുമ്പിൽ. അവിടെ നിങ്ങൾക്കൊരു രക്ഷയുണ്ട്, അതേ ഉള്ളൂ രക്ഷ. അതുപോലെ തിരുവോണ നക്ഷത്രത്തിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു, വിശാഖം ഗുരുവാണ്. ഞാൻ ഈ പറയുന്ന ഗുരുവിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്, മനസ്സിലാക്കണം. നമുക്ക് എല്ലാവരും പറയും തിരുവോണത്തിന് ഗുരുവാണ്, ഗുരു നന്നായിട്ട് വന്നാൽ എല്ലാ കാര്യവും സാധിക്കുന്നൊക്കെ ഗോചരത്തിൽ പറയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തിരുവോണത്തിൻ്റെ വൈനാശികമായിട്ടുള്ള വിശാഖത്തിൻ്റെ അധിപനാണ് ഗുരു. അത് എത്രത്തോളം നമുക്ക് ഹെൽപ്പ് ചെയ്യും? പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അതത്ര നല്ലതായിട്ട് നമുക്ക് പ്രയോജനം ചെയ്യത്തില്ല. അപ്പോൾ തിരുവോണത്തിന് ഗുരു എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത്ര പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അവിട്ടം നക്ഷത്രമുണ്ട്. ഈ അവിട്ടം നക്ഷത്രത്തിന് എന്താ സംഭവിക്കുന്നത്? അവിട്ടം നക്ഷത്രത്തിൻ്റെ 22ാമത്തെ നക്ഷത്രമായിട്ടാണ് അനിഴത്തിനെ നമ്മൾ കണക്കാക്കുന്നത്. ഈ അനിഴത്തിൻ്റെ അധിപനാരാ? ശനിയാണ്. അപ്പോൾ ഈ ശനി ഭഗവാൻ വന്നിട്ട് ഞാൻ മകരരാശിയുടെ അധിപൻ ശനിയാണ്, എൻ്റെ കുടുംബനാഥൻ എനിക്കൊന്നും ഉപദ്രവിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പല വീട്ടിലും നമ്മളറിയില്ലേ, കുടുംബനാഥനായിരിക്കും അവിടുത്തെ പ്രശ്നക്കാരൻ. അവിടെ അദ്ദേഹം അറിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ അവരെ അറിയാതെ തന്നെ അവരുടെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാക്കും. ഇതുപോലെ തന്നെയാണ് അവിട്ടത്തിന് അനിഴവും, അതായത് ശനിയും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ ആ സിറ്റുവേഷനും നമ്മുടെ ഗ്രഹങ്ങളും അതിൻ്റെ പൊസിഷൻസും ഒക്കെ മനസ്സിലാക്കാതെ ബ്ലൈൻഡായിട്ട് വന്നിട്ട് ഗോചരത്തിൽ ശനി അങ്ങോട്ട് പോകുന്നു, നമുക്ക് കോടീശ്വരനാകാൻ പോവാണ്, പിന്നെ ഗുരു അങ്ങോട്ട് പോകുന്നു, അതുകൊണ്ട് വലിയ പ്രയോജനം ചെയ്യാൻ പോവാണ്, അങ്ങനെയൊന്നും അല്ല സുഹൃത്തുക്കളെ. നമ്മൾ പല പോയിൻറ്റ്സും നമ്മൾ കറക്റ്റായിട്ട്, അതായത് പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഒരു ജ്യോതിഷം മാത്രമല്ല, ഒരു ജീവിതം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെയും ലഗ്നാധിപൻ്റെയും കോമ്പിനേഷനാണ്. ഈ മൂന്ന് കാര്യങ്ങൾ, ഒരു ഓട്ടോറിക്ഷയിൽ 3 ചക്രങ്ങൾ എത്ര മുഖ്യമാണോ അത്രയും മുഖ്യമാണ് ഈ 3 പൊസിഷനും. ഒരു ത്രികോണമെന്ന് വെച്ചോ, അപ്പോൾ ഈ 3 പൊസിഷനും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് തന്നെ ചെയ്യണം. ഈ 3 പേരെയും സമാധാനപ്പെടുത്തണം. അപ്പോൾ അതിന് പരിഹാരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ സമസപ്തമ ഭാഗങ്ങൾ പോകണം. ഒരു ഭാവത്തിൻ്റെ 7ാം ഭാവമാണ് ആ ഭാവത്തിന് പരിഹാരം. അതുപോലെ തന്നെ വേറൊരു പരിഹാരം എന്ന് പറയുന്നത് ഒരു ഭാവത്തിൻ്റെ 12ാം ഭാവത്തിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാവത്തിനെ മുന്നോട്ട് തള്ളിവിടും. കാരണം ഏത് ഭാവത്തിനെയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 12ാം ഭാവം വർക്കാകണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, 12ാം ഭാവം കൊള്ളത്തിലെന്ന് എല്ലാവരും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം, 12 മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും അല്ല. കാരണം 12 ഇല്ലെങ്കിൽ 1 വർക്കാകില്ല. ആ 1ാം ഭാവം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ വർക്കാകണമെങ്കിൽ നമ്മുടെ 12ാം ഭാവം നന്നായിരിക്കണം. സുഹൃത്തുക്കളെ, 12 മുടക്കായിട്ടുള്ള പലർക്കും വന്നിട്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ ലഗ്നം തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ലഗ്നത്തിനെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 12നെ ആക്ടിവേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു സയൻസായിട്ട് നിങ്ങൾ കണക്കാക്കുക. നിങ്ങൾ ഒരു ഒന്നും എടുക്കണ്ട, വിശ്വസിക്കാതിരിക്കേണ്ട. കാരണം ഇത് സയൻസാണ്. 1ാം ഭാവത്തിനെ ആക്ടിവേറ്റ് ചെയ്യണേ, അതിന് മുമ്പുള്ള ഭാവമായിട്ടുള്ള 12ാം ഭാവത്തിനെ ആക്ടിവേറ്റ് ചെയ്യണം. 12ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ വ്യയസ്ഥാനമാണ്. നമുക്ക് കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് ചിലവ് ചെയ്തല്ലേ പറ്റുള്ളൂ. ചുമ്മാ ചിലവ് ചെയ്യാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇറ്റ് ഈസ് സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ എടുത്ത് വേണം കാര്യങ്ങൾ ഈ ജ്യോതിഷത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. ഞാനിപ്പോൾ പൊതുവായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്, നമുക്കറിയാം, നമ്മൾ ഈ കാണുന്നതാണ് കോടീശ്വര യോഗം, ആ യോഗം, ഈ യോഗം എന്നൊക്കെ. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയാം.
ഈ എന്ത് യോഗം ഉണ്ടെങ്കിലും എത്ര വലിയ ആളാകാൻ പോകുന്ന ആളായാലും ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജാതകത്തിൽ മുടക്കോ തിരിശൂന്യമോ ഉണ്ടെങ്കിൽ ആ തിരിശൂന്യമോ മുടക്കോ കണ്ടുപിടിച്ച് അത് നിവർത്തി ചെയ്യാതെ ഒരു പണിയും നടക്കില്ല. നിങ്ങളിനി എന്തൊക്കെ തലയും കുത്തി എന്തൊക്കെ പരിഹാരം ചെയ്താലും ശരി, അടിച്ചു പറയുന്ന കാര്യം നടക്കത്തില്ല. കാരണം നമ്മൾ ജനിക്കുമ്പം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും രണ്ട് അവസ്ഥകളുണ്ട്. സൂര്യനും ചന്ദ്രനുമാണ്, അത് അച്ഛനും അമ്മയാണ്, നമുക്കങ്ങ് കണക്കാക്കാം അല്ലേ ശിവനും പാർവതിയായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ രണ്ട് പ്ലാനറ്റ്സിലെ രണ്ട് എനർജി ആ ഒരു അതിൻ്റെ ഒരു യോജിപ്പാണല്ലോ നമ്മളെന്ന് പറയുന്നത് അല്ലേ. അപ്പം എത്ര ഡിഗ്രിയിൽ ഇവർ തമ്മിലുള്ള പൊസിഷൻസ്, അകലങ്ങൾ, ഈ അകലമാണ് ശരിക്കും പറഞ്ഞാൽ തിഥി എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ തിഥിയെ വെച്ച് കണക്കാക്കാനുള്ള ഒരു കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. അത് ആ കാൽക്കുലേഷൻ നമുക്കിവിടെ പറയാൻ സമയം ഒത്തിരി ആയിപ്പോവും. അപ്പം അത് വെച്ച് നമ്മുടെ തിഥി കണ്ടുപിടിച്ച തിഥിശൂന്യം എന്ന് പറഞ്ഞാൽ അവിടെ ആ എനർജി പോയി പെടില്ല. അതാണ് സത്യം. മനസ്സിലായി? സൂര്യൻ്റെ എനർജി അവിടെ പോയി പെടുന്നില്ല, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ എനർജി അവിടെ പോയി പെടുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പറ്റുക? ഈ രണ്ട് എനർജി ഉണ്ടെങ്കിലേ ഒരു ജീവന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഭാഗങ്ങൾ ബ്ലോക്കായി കഴിഞ്ഞാൽ, അപ്പോൾ ഉദാഹരണമായിട്ട് രണ്ടാം ഭാഗം ബ്ലോക്കായി തിരിശൂന്യത്തിൽപ്പെട്ട അല്ലെങ്കിൽ മുടക്കെന്ന് പറഞ്ഞ് വേറൊന്നുണ്ട്. അപ്പോൾ തിരിശൂന്യത്തിലോ മുടക്കിലോ കിടക്കുകയാണെങ്കിൽ അവന് പൈസ കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാകും സുഹൃത്തുക്കളെ. കാരണം രണ്ടെന്ന് പറയുന്നത് പണമാണ്, രണ്ടെന്ന് പറയുന്ന കുടുംബമാണ്, ഇത് രണ്ടും ബാധിക്കും. അപ്പോൾ എന്ത് ഗ്രഹങ്ങൾ എവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഒരാളുടെ ജാതകം എടുത്തു കഴിഞ്ഞാൽ അത് തിഥിശൂന്യമാണോ, അല്ലെങ്കിൽ ഗണ്ഡാന്ത ദോഷങ്ങളുണ്ടോ, അല്ലെങ്കിൽ കാശി ജാതകമാണോ, അല്ലെങ്കിൽ മുടക്കാണോ, ഈ 5 കൺസെപ്റ്റ് നമ്മൾ നോക്കിയാലേ മതി. ഇത് ക്ലിയർ ചെയ്താലേ അവൻ രക്ഷപ്പെടും, ഉറപ്പാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അത് ചെയ്യണം. ഇപ്പം മകരരാശിയിൽ തിരുവോണം നക്ഷത്രമൊക്കെ പെട്ട പാട് കുറച്ചു വല്ലതുമാണോ? അതിന് കാരണം നിങ്ങൾ പറയുക എന്താണെന്ന് ചോദിക്കും. ഇപ്പം നമ്മളെല്ലാവരും ഗുരുവിൻ്റെ പുറകെ നടക്കും. അയ്യോ ഗുരു 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 നന്നായിട്ടിരിക്കുന്നല്ലോ, ഞാനെന്താ ഇങ്ങനെ പാടുന്നത്? എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചുകൊണ്ടിരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഭാവത്തിൻ്റെ അതായത് ഇടവത്തിലല്ലേ ഗുരു നിന്നേ എന്ന് പറഞ്ഞാൽ 5ാം ഭാവത്തിലല്ലേ ഗുരു നിന്നേ. എന്താ 5ാം ഭാവത്തിലെ ഗുരു നല്ലതല്ലേ? ജ്യോതിഷപ്രകാരം വളരെ നല്ലതാണ് 5ാം ഭാവത്തിലെ ഗുരു. പിന്നെ എന്തുകൊണ്ട് തിരുവോണം നക്ഷത്രത്തിൽ പോസിറ്റീവായിട്ടൊന്നും കിട്ടിയില്ല? അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതിന് കാരണം വേറെ ഒന്നുമില്ല. തിരുവോണത്തിൻ്റെ വൈനാശികമാണ് വിശാഖം, വിശാഖത്തിൻ്റെ അധിപനാണ് ഗുരു. ആ ഗുരു എങ്ങനെയാണ് തിരുവോണത്തിന് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുക? നമ്മൾ ഗുരുവിനെ സമാധാനപ്പെടുത്താൻ, അല്ലെങ്കിൽ ഗുരു പരിഹാരം ചെയ്യാൻ, ഗുരു എൻ്റെ 5ാം ഭാവത്തിലാണ്, എനിക്കെല്ലാം കിട്ടും, എനിക്ക് പോസിറ്റീവായിട്ട് വർക്കാകത്തില്ല. എത്ര പേർക്ക് വർക്കായി? ഒന്ന് പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങളെ ഞാൻ ഇത് ചെയ്യില്ല, നിങ്ങൾ ചിന്തിച്ച് നോക്ക്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണോ എന്നൊന്ന് പറയാം. ശരിയാണെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിയാൽ പിന്നെ അത് ആ റൂട്ടിൽ പോയിക്കൂടെ? ഇവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ മായാജീവിതത്തിൽ നിന്നും വെളിയിലോട്ട് പോവാം. എന്താണ് യഥാർത്ഥമായിട്ട് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷം വളരെ നല്ല കലയാണ്, വളരെ കറക്റ്റാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കണം. എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെയാണ്, ഉടനെ ശനി അങ്ങോട്ട് പോകുന്നുണ്ട്, ഉടനെ നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ദയവ് ചെയ്ത് അങ്ങനെ ചിന്തിക്കാതെ അതെന്താണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഓരോ ഗ്രഹങ്ങളും നമ്മളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. എല്ലാ ഗ്രഹങ്ങളും നല്ലതാണ് സുഹൃത്തുക്കളെ. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി അതിനെ ആ ലെവലിലെ ഗ്രഹബലം മനസ്സിലാക്കാൻ പറ്റിയ ഒരു ആചാര്യനെ കണ്ട് അത് എത്രത്തോളം ഉണ്ട്, അത് നമുക്ക് ബാധകാധിപതിയാണോ, മാരകാധിപതിയാണോ, വൈനാശികമാണോ, തിഥിശൂന്യമാണോ, അല്ലെങ്കിൽ മറ്റ് ശാപങ്ങൾ വല്ലതും ഉണ്ടോ, ദേവതാശാപമുണ്ടോ, പിതൃശാപമുണ്ടോ, നാഗശാപമുണ്ടോ, സർപ്പശാപമുണ്ടോ, കന്നിശാപമുണ്ടോ, ഗർഭിണിശാപമുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വന്നിട്ട് ഒരു ജീവിതം വന്നിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ പോയിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ നക്ഷത്രം ഇതാണ്, അടുത്ത വർഷം എനിക്ക് ഗുരു ഇവിടെയാണ്, ശനി ഇവിടെയാണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കും. അങ്ങനെ ചിന്തിക്കാതെ അങ്ങനെ നടക്കുന്നില്ല. അത് സത്യമാണ്, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അങ്ങനെ നടക്കുന്നില്ല. കാരണം ഇതാണ്, നമുക്ക് പ്രയോജനപ്പെടുന്ന ഗ്രഹങ്ങൾ വന്നാലേ നമുക്ക് പ്രയോജനമുള്ളൂ. നമുക്ക് ഓപ്പോസിറ്റായിട്ടൊരു ഗ്രഹം വന്ന് പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? നമ്മുടെ ശത്രു വന്നൊരു വലിയ പണക്കാരനാണ്, അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് വലിയ പ്രയോജനമുണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രയോജനം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ.
അപ്പോൾ നമ്മൾ ആദ്യം എന്താ മനസ്സിലാക്കണ്ടേ? ഗ്രഹത്തിൻ്റെ പൊസിഷൻസ് മനസ്സിലാക്കുക, നമ്മുടെ ജാതകത്തിൽ ആ ഗ്രഹം എങ്ങനെ വർക്കാകുന്നതെന്ന് മനസ്സിലാക്കുക. അതാണ് കൂടുതലും മനസ്സിലാക്കാത്ത കാര്യം. അത് മനസ്സിലാക്കണമെങ്കിൽ നല്ലൊരു ആചാര്യൻ്റെ അടുക്കൽ തന്നെ പോകണം. നമ്മൾ സാധാരണ യൂട്യൂബിൽ കണ്ട് കാര്യം പഠിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല, ഉറപ്പാത്. അതുകൊണ്ട് അഥവാ നിങ്ങൾക്ക് ജ്യോതിഷം പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗുരുവിനെ സമീപിക്കുക, അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുക, അദ്ദേഹം പറഞ്ഞു തരും, ആ ശാസ്ത്രം പറഞ്ഞു തരും, ആ ശാസ്ത്രം മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യേ, നോ പ്രോബ്ലം. അതുപോലെ തന്നെ അഥവാ നിങ്ങൾക്ക് അതൊന്നും സമയമില്ല, അങ്ങനെയുള്ള അതിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ജ്യോതിഷാചാര്യനെ കണ്ടു. എത്രയോ നല്ല നല്ല ആചാര്യന്മാരുണ്ട്. ആരെങ്കിലും ഒരാളുടെ അടുക്ക പോയിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ജാരൂഢത്തിൽ എങ്ങനെയൊക്കെയാണ് മറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കാണും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഈ മകരരാശിയെ പറ്റി പറയുന്നത്, മകരരാശിയെ പറ്റി കൂടുതലൊന്നും പറയാനല്ല ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്ത്, പ്രത്യേകിച്ച് വൈനാശികത്തെ പറ്റി പറയാനാണ്. മനസ്സിലായില്ലേ? പിന്നെ പരിഹാരമുണ്ട്. അതായത് മകരരാശിക്ക് പൊതുവേ ഉള്ള പരിഹാരം ആഞ്ജനേയരാണ്. ആഞ്ജനേയർക്ക് വന്നിട്ട് പിന്നെ വടമാല ചാർത്തുക, പിന്നെ തൈര് സാദം, തൈര് ചോറ് അർപ്പിക്കുക, പിന്നെ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല, അല്ലെങ്കിൽ വെറ്റമാല ചാർത്തുക, ഇതൊക്കെ വന്നിട്ട് വളരെ നല്ല പരിഹാരമാണ്. പൊതുവേ മകരരാശിക്ക് അത് ചെയ്യും. അഥവാ നിങ്ങൾക്ക് കൂടുതൽ അങ്ങോട്ട് നല്ല പരിഹാരത്തിന് നല്ല വൈബായിട്ടുള്ളൊരു അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നാമക്കൽ ആഞ്ജനേയർ, അത് തമിഴ്നാട്ടിലാണ്, നാമക്കല്ലാണ്. അവിടെ ആഞ്ജനേയരെ പോയി കണ്ട് വെണ്ണ നിവേദ്യം ചെയ്യുക. ഇതൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോകളിൽ പറഞ്ഞാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പുണർന്ന പിന്നെ തിരുവോണം നക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ പരിഹാരം പറഞ്ഞിട്ടുണ്ട്. അവർ പലതരത്തിലുള്ള ഈ പരിഹാരങ്ങൾ പറയുന്നത് നമ്മുടെ ജാതകത്തിൽ ആ ഗ്രഹം അങ്ങനെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. അത് ഉടനെ എല്ലാവർക്കും കോമൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും എടുത്ത് പോയിട്ട് കാര്യമില്ല, കേട്ടോ. അപ്പം ശരി സുഹൃത്തുക്കളെ, ഞാൻ ഇത്രയും വീഡിയോ ചുരുക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പിന്നെ തംബ്നെയിലിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് ഇടാം, ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമസ്കാരം.